സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ ശൈശവകാലമുണ്ട്, ബാല്യകാലമുണ്ട്, കൗമാരകാലമുണ്ട്, യൗവനകാലമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ശൈശവകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നാം ഇരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് തിരിച്ചറിവില്ലാത്തതായൊരു സമയമാണ്. മുതിർന്നവരാണ് നമ്മെ പരിപാലിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവരാണ് നിറവേറ്റി തരുന്നത്. ബാല്യകാലമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നു. പല കാര്യങ്ങളും നാം സ്വയമായി ചെയ്യുവാനും സ്വയമായി ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തുടങ്ങുന്നതായ ഒരു കാലഘട്ടമാണ്. കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ നാം ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഗൈഡൻസ് ആ പ്രായത്തിൽ ആവശ്യമാണ്. അതേ തുടർന്ന് വരുന്നതായ യൗവന കാലഘട്ടം മനുഷ്യൻ സന്തോഷത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. എന്തും പ്രവർത്തിക്കാനുള്ള ഒരു ചോരത്തിളപ്പുള്ള കാലഘട്ടമാണ് ഈ യൗവന കാലഘട്ടം. ഈ ഒരു സ്വഭാവ രീതി കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള സംഘടനകളും യുവാക്കളെ ധാരാളമായി ഉപയോഗിക്കുന്നത്. ഇതേ സംബന്ധിച്ച് തിരുവെഴുത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സഭാപ്രസംഗികളുടെ പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ യൗവനക്കാരുടെയൊക്കെ ആഗ്രഹം ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് ഈ ഉല്ലാസത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും മദ്യവും മയക്കുമരുന്നും ധാരാളം ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ സന്തോഷത്തിനു വേണ്ടി, നൈമിഷികമായ ആനന്ദത്തിനു വേണ്ടി ഒക്കെയാണ് ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കുക, യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ഒരു വലിയ ന്യായവിസ്താര സഭയുടെ മുൻപാകെ നീ നിൽക്കേണ്ടതായി വരും എന്ന് ദൈവവചനം പറയുകയാണ്. അടുത്ത സമയത്ത് വളരെ വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ചില കുറ്റവാളികൾ, അതായത് നാടിനെ നടുക്കുന്ന ചില കൊലപാതകങ്ങൾ ചെയ്ത യൗവനക്കാരായിട്ടുള്ള പ്രതികൾ, അവർ വളരെ നിസ്സാരമായി ഈ കൊലപാതകങ്ങളെ കാണുകയും വളരെ ലഘുവായി അതിൻ്റെ ശിക്ഷയെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തത് നാം പല മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കാവുന്ന ശിക്ഷയെ അവർക്ക് ഭയമില്ല. അവർ അതിനെ ഏറ്റവും ലഘുവായി കാണുന്നു. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും മുകളിൽ നിന്നുള്ള ഒരു ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഒരുവൻ ചെയ്ത കുറ്റകൃത്യത്തിന് കൃത്യമായ തെളിവില്ലാത്തതിനാൽ ലോക കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നിരിക്കാം. പക്ഷേ ദൈവിക കോടതിയിൽ നിന്ന് രക്ഷയില്ല. ചില ശിക്ഷകൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ ലഭിക്കുന്നു. അതുകൂടാതെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ വകയായി തീരാത്ത സകല മനുഷ്യരും ആ ന്യായവിധിയുടെ മുൻപാകെ നിൽക്കേണ്ടതായി വരും. അതിന്റെ കാരണം അവർ പാപികളായി ജനിച്ചു വീണു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക വഴി എന്താണ്?
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. അവരുടെ സകല പാപങ്ങളും ദൈവം മോചിച്ചു തരുന്നു. അവരെ സംബന്ധിച്ച് പിന്നീട് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നത്രേ. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ നിത്യത മുഴുവൻ സന്തോഷിക്കുന്നു. അല്ലാത്തവർ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. താങ്കൾ ഇതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടും? നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യരക്ഷ പ്രാപിച്ച ദൈവമക്കളുടെ കൂട്ടത്തിലാണോ? ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം ഇന്നു എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. യൗവനകാലം മോഹനമല്ലോ, ആരോഗ്യം ദൈവത്തിൻ ദാനമല്ലോ. യൗവനകാലം മോഹനമല്ലോ, ആരോഗ്യം ദൈവത്തിൻ ദാനമല്ലോ. ഈ നല്ല കാലം നീ വ്യർത്ഥമാക്കല്ലേ, ദൈവത്തിൻ പൈതലായി ജീവിച്ചിടുക. ഈ നല്ല കാലം നീ വ്യർത്ഥമാക്കല്ലേ, ദൈവത്തിൻ പൈതലായി ജീവിച്ചിടുക. യൗവനം മോഹനം, സുന്ദരം മാധുര്യം. യുവതി യുവാക്കളെ, യൗവനം വേഗം തീരും, ആരോഗ്യം കുറഞ്ഞിടും. യൗവനത്തിൽ നിൻ സൃഷ്ടികർത്താവിൻ പാദം ചേർന്നിടുക. യൗവനത്തിൽ നിൻ സൃഷ്ടികർത്താവിൻ പാദം ചേർന്നിടുക.